എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ പറയുന്നു. ഇന്ന് പ്രകാശിനെ ഞാൻ ഇന്ന് കുറേ നാൾ കൃഷി, അതായത് ഓണത്തിന് ഞങ്ങൾ തമ്മിൽ കണ്ടതാണ്. അതിനുശേഷം ഇപ്പോഴാണ് കാണുന്നത്. പ്രകാശ് വയലാർ രാമവർമ്മയുടെ 50 വർഷം തികയില്ല അദ്ദേഹം മരിച്ചിട്ട്. അതിൻ്റെ പരിപാടികളുടെ പ്രകാശ് വയലാർ 50 വർഷം എന്ന പരിപാടിയുടെ തിരക്കിലാണെന്ന് അറിഞ്ഞ് അതിൻ്റെ പ്രോഗ്രാമുകളായിട്ട് ഞാനും ദേവരാജൻ മാസ്റ്ററിൻ്റെ മ്യൂസിയം പരവൂർ 27-ാം തീയതി ഉദ്ഘാടനമായിരുന്നു. ദേവരാജ മാസ്റ്ററിൻ്റെ പ്രിയ പത്നി ലീലാമണി ദേവരാജൻ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ അതിൻ്റെ കുറേ തിരക്കിലായിരുന്നു ഞാനും. അപ്പോൾ ഇന്ന് നമ്മൾ ഏകദേശം ഇന്ന് തിരുവനന്തപുരത്ത് വെച്ച് നമ്മൾ കാണുകയാണ് പ്രകാശിൻ്റെ സാന്നിധ്യം. അപ്പോൾ പ്രകാശ് എന്തൊക്കെ കുറേ ചോദിക്കാനുണ്ടെന്നും എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. എന്താ പ്രകാശിന് ദേവരാജ മാസ്റ്ററെ പറ്റി മറ്റു കാര്യങ്ങളൊക്കെ പറ്റിയൊക്കെ സംശയങ്ങൾ എന്തൊക്കെ ഉണ്ടെന്ന് ഇപ്പോഴത്തെ കാലത്ത് എന്തൊക്കെ പറയാം? പ്രധാന കാരണം പറയൂ. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് സംഗീത സംവിധായകർ, നമ്മുടെ മലയാള ചലച്ചിത്ര സംഗീത സംവിധായകർക്ക് ഇടയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ദേവരാജ മാസ്റ്ററിൻ്റെ കാലഘട്ടത്തിൽ വർക്ക് ചെയ്തിരുന്ന ആ കാലഘട്ടത്തിലുള്ള സംഗീത സംവിധായകർ ദേവരാജ മാസ്റ്ററുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരുന്നു, ദേവരാജ മാസ്റ്ററിന് അവരോടുള്ള സമീപനം എങ്ങനെയായിരുന്നു എന്ന് അറിഞ്ഞാൽ കൊള്ളാം. കാരണം മധുവിന് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാം എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് പ്രേക്ഷകർക്ക് വേണ്ടി ചോദിക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നൊരു ഇവരൊക്കെ വന്നത് 50കളിൽ 55കളിലൊക്കെ തോന്നുന്നു. രാഘവ മാസ്റ്റർ, ദക്ഷിണാമൂർത്തി സ്വാമി, ഇവരൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ 3-4 വർഷത്തെ വ്യത്യാസത്തിൽ വന്നവരാണ്. 50കളിലാണ് മലയാള സിനിമയിലേക്ക് ഇവരെല്ലാം കടന്നു വരുന്നത്. ചിദംബരനാഥ്, പിന്നെ ദക്ഷിണാമൂർത്തി സ്വാമി, രാഘവ മാസ്റ്റർ, എം എസ് വിശ്വനാഥ്, ബാബുരാജ് സാറ്, ഇങ്ങനെ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ കുറച്ച് RK ശേഖർ അത് ചെയ്തില്ല. അതേ ഒരു മ്യൂസിക് ഡയറക്ടറാണ് കേട്ടോ, നമ്മളങ്ങനെ കണക്കൂട്ടണം. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇവരെല്ലാവരും തന്നെ പരസ്പര ബഹുമാനത്തിലും ഇവർ ചെയ്യുന്ന പാട്ടുകൾ കേട്ടിട്ട് അഭിപ്രായം പ്രകടിപ്പിക്കും. വളരെ നന്നായിരുന്നു, അല്ലെങ്കിൽ ചെറിയ ചില പോരായ്മകളുണ്ട് എന്ന് പരസ്പരം തുറന്ന് സംസാരിക്കുകയും പരസ്പരം അവരെ വ്യക്തിയാധിഷ്ഠിതമായ ബഹുമാനത്തോടുകൂടി പരസ്പരം കണ്ടിരുന്നത്. കാരണം എന്ന് വെച്ചാൽ മാസം ഒരിക്കൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ഈ താമസം എന്തേ വരുവാൻ വളരെ നല്ല പാട്ടാണ്, മാസ്റ്റർക്ക് വളരെ ഇഷ്ടമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ബാബുരാജ മാസ്റ്ററിൻ്റെ പാട്ട്. അതെ, ബാബുരാജ മാസ്റ്ററിൻ്റെ പാട്ടിൽ സൂര്യകാന്തിയും അദ്ദേഹം മാസ്റ്റർ മാധുര്യമ്മയുടെ ഗാനങ്ങളിൽ അത് ഉൾപ്പെടുത്താറുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ട്. അതുപോലെ ഒരിക്കൽ ഈ ഏഷ്യാനെറ്റിൻ്റെ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് ദേവരാജ മാസ്റ്റർക്ക് കൊടുക്കാനായിട്ട് അതിൻ്റെ അധികൃതർ തീരുമാനിച്ചു. അവിടെ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകം ഞാൻ ഇപ്പോഴും മറക്കുന്നില്ല. ഇത് എന്നെക്കാൾ സീനിയറായിട്ടുള്ള ദക്ഷിണാമൂർത്തിക്കും രാഘവ മാസ്റ്റർ കൊടുത്തതിന് ശേഷമേ എനിക്ക് തരാവൂ. അതാണ് ആ ഒരു പരസ്പര ബഹുമാനം മാത്രമല്ല, ആ സീനിയോറിറ്റിയിലുള്ള ഒരു ആദരവും കൂടെ ആണ്. അപ്പോൾ ആരും ഞാൻ ബലത്തും പറഞ്ഞിരുന്നില്ല, പരസ്പരം ഇകഴ്ത്തിയിരുന്നില്ല, തർക്കങ്ങളില്ലായിരുന്നു, അവരാസ്വദിച്ചിരുന്നു ഓരോരുത്തരുടെ സൃഷ്ടികളെയും. അങ്ങനെ അപ്പോൾ ഈ രാഘവ മാസ്റ്റർ ഏഷ്യാൻ്റെ അവാർഡ് ഓടിക്കുന്നപ്പം ആദ്യം വന്നത് ദേവരാജ മാസ്റ്റർ കരമനയുടെ വീട്ടിലേക്കാണ്. എന്നിട്ട് ഞങ്ങൾ 3 പേരും കൂടെ ഒരുമിച്ച് ഭാസ്കര മാസ്റ്ററും വന്നിരുന്ന് പിന്നെ അവിടെ ഭാസ്കര മാസ്റ്ററിൻ്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു. അതാണ് ആ സൗഹൃദം എന്ന് പറയുന്നത്. ഏഷ്യാനെറ്റിൻ്റെ അവാർഡ് ഓടിക്കാൻ രാഘവ മാസ്റ്റർ വരുന്നു, രാഘവ മാസ്റ്റർ കരമനയിലെ വീട്ടിൽ വരുന്നു, ഞങ്ങൾ വിളിക്കാണ്ട് ഭാസ്കര മാസ്റ്റർ വരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ പോയി ഭാസ്കര മാസ്റ്റർ കൂടി ഭക്ഷണം കഴിക്കുന്നു. അല്ല, രാഘവ മാസ്റ്ററും ഭാസ്കര മാസ്റ്ററും അവർ ഒരു ശ്രേണിയിലുണ്ടായിരുന്ന ആൾക്കാരാണ്. അതെ, അത് മാത്രമല്ല, ആദ്യത്തെ സിനിമയിൽ ഭാസ്കര മാസ്റ്ററിൽ എഴുതിയിരിക്കുന്നത് രാഘവ മാസ്റ്ററിന്റെ പാട്ടുകൾ. അതെ, അവർ ആകാശവാണി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരുന്നു ആ സമയത്ത്. ആ സൗഹൃദമാണ് എത്തിച്ചത്. പിന്നെ ഭാസ്കര മാസ്റ്ററും ബാബുരാജുമായിട്ടും നല്ല ഒരു ഒത്തൊരുമയായിരുന്നു ഒരുപാട്. കാരണം ഈ മാപ്പിള ഗാനങ്ങൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഭാസ്കര മാസ്റ്റർ എഴുതിയിട്ടുണ്ട്. അത് ബാബുരാജ് ട്യൂൺ ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരു കഥ. അപ്പോൾ ഈ നമ്മൾ ഈ അതിൻ്റെ പ്രകടമായ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ബാബുരാജ് സാറ് നല്ല സംഗീത സംവിധാനം മാസ്റ്റർ എപ്പോഴും പറയും. പക്ഷേ അദ്ദേഹം ആരോടും കണക്ക് പറഞ്ഞ് പൈസയൊന്നും വാങ്ങിക്കാറില്ല. അതുകൊണ്ട് വേണ്ടത്ര ഒരു ആവശ്യത്തിനുണ്ട്, അല്ലാതെ സുരക്ഷിതത്വമില്ലായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം മരിക്കുന്നത്, അസുഖബാധിതനായി മരിക്കുന്നത്. ഈ മരിച്ച സമയത്ത് യാകാശം എന്ന സിനിമ ഹരിഹരൻ സാർ ചെയ്ത ഹൈമവതി മൂവി മേക്കേഴ്സിൻ്റെ യാകാശം എന്നൊരു പ്രേംനസീർ സാറും വിധുബാല ഒക്കെ അഭിനയിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ആ സിനിമയുടെ റെക്കോർഡിങ്ങിൽ
പിന്നെ കോഴിക്കോടാണ്. ഹരിഹരൻ സാറിന് ഇഷ്ടപ്പെട്ട ഡയറക്ടറാണ്. ഒരു സംശയം, ആ സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിമാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അതാണ് കണ്ടിട്ടില്ല. അപ്പോൾ ഈ ബാബുരാജ് സാറും ഇവരെല്ലാം കോഴിക്കോട്ടുകാരുണ്ട്. അദ്ദേഹത്തിൻ്റെ മിക്ക സിനിമകളിലും ലേഡീസ് ഹോസ്റ്റൽ ആദ്യത്തെ പടത്തിലൊക്കെ ബാബുരാജ് സാറായിരുന്നു. ഓക്കെ. അപ്പോൾ ബാബുരാജ് സാറിൻ്റെ അവർ കോഴിക്കോട് അടുത്ത ഒരു നാട്ടുകാരാണ്, ആരാധകരും ഇതാണ്. അങ്ങനെ യാകാശം സിനിമയിലും പാട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 4 പാട്ടുകൾ കഴിഞ്ഞ് 5 പാട്ടുണ്ട്. ഒരു പാട്ട് തീരുന്നതിന് മുമ്പാണ് അദ്ദേഹം മരിച്ചു പോകുന്നത്. ഈ സമയത്ത് ഈ മരിച്ചു കഴിയുന്ന സമയത്ത് കുടുംബത്തിൻ്റെ മാസ്റ്റർ മനസ്സു തൻ്റെ സഹപ്രവർത്തകനാണ്, നാളെ തനിക്കും ഇങ്ങനെ സംഭവിക്കാം. അങ്ങനെ അത് മുന്നിൽ കണ്ടു അദ്ദേഹം ദേവരാജൻ മാസ്റ്റർ മദ്രാസിലുള്ള എല്ലാ ആൾക്കാരെയും കണ്ട്, തൻ്റെ സഹപ്രവർത്തകരെ അല്ലാതെ ബിസിനസ്സുകാരെ എല്ലാം കണ്ട് ഒരു നല്ല തുക സമാഹരിച്ച് ഇപ്പോൾ മരിച്ച മാതൃഭൂമിയുടെ PV ഗംഗാധരൻ സാറിനെ കൊണ്ട് കൊടുത്ത്. അപ്പോൾ മാസ്റ്റർ നേരിട്ട് കൊടുത്തില്ല. ഈ സംഭവം ഒന്നും വെളിയറിഞ്ഞൂടെ? ഞാൻ ആദ്യമായിട്ട് ഇത് ബാബുരാജ് സാറിൻ്റെ ഭാര്യയ്ക്ക് അറിയാം. ഈ ദേവരാജ മാസ്റ്റർ സഹായിച്ച കാര്യം അത് കാര്യം വെച്ചാൽ ഞങ്ങൾ ഒരു ദിവസം ഈ എനിക്കൊന്ന് കാർത്തിക തിരുനാളാണെന്ന് തോന്നുന്നത്, അവിടെ ഒരു ബാബുരാജ് സാറിൻ്റെ 2ാമത്തെ മകളുടെ കല്യാണം, MS നസീമിൻ്റെ അനിയനാണ് കല്യാണം, മരിച്ച ഗായകൻ. അപ്പോൾ അത് ഞങ്ങൾ ചെന്നപ്പം പറഞ്ഞു, ഞങ്ങൾ ആദ്യമായിട്ട് എല്ലാ കാര്യങ്ങൾക്കും ഒരു അടിത്തറ ഉണ്ടാക്കാൻ സഹായിച്ച ദേവരാജൻ മാസ്റ്ററാണ്, ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റുന്ന ആളല്ല എന്ന് ബാബുരാജ് സാറിൻ്റെ ഭാര്യ മറ്റ് 2 പേര് പറയുന്നത് ഞാൻ നേരിട്ട് കണ്ടതാണ്. അപ്പോൾ ഈ ആകാശത്തെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. ആകാശം. അപ്പോൾ ഈ PV ഗംഗാധരനാണ് കൊടുത്ത പൈസ. മാസ്റ്റർ നേരിട്ട് അങ്ങനെ പോയില്ല കൊടുക്കാനായിട്ട്. മാസ്റ്റർ ഒരിക്കലും പുറകിൽ നിന്നുകൊണ്ട് ചെയ്യത്തില്ല, തൻ്റെ പേര് ഒരിക്കലും അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു ആളുമാണ്. അങ്ങനെ അപ്പം അത് അറിയാം. അവരെ കുടുംബങ്ങൾ, മകൾക്കെല്ലാം ഭയങ്കര അടുപ്പമാണ് മാസ്റ്ററുമായിട്ട്. മകൻ എല്ലാവരും മാസ്റ്ററുമായിട്ട് ഭയങ്കര അവരുടെ ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് ഒരു മാസ്റ്ററെ കണ്ടു. ഇതൊന്നും നമുക്ക് സമൂഹത്തിന് അറിഞ്ഞുകൂടാ. അതല്ലേ, അതാണ് പരസ്പര ബഹുമാനത്തിൻ്റെ. കുടുംബത്തിനോട് ചോദിച്ചാൽ ഇപ്പോഴും അറിയാം മാസ്റ്റർക്ക് അവരെ കുടുംബത്തിലുള്ള സ്ഥാനം. പിന്നെ അത് കണക്കാണ് മാസ്റ്റർ അങ്ങനെയും പെരുമാറുന്നത്. അപ്പം ഇതല്ല ഇതിൻ്റെ വേറൊരു വശമെന്ന് വെച്ചാൽ ഈ പാട്ടിൻ്റെ ഈ ഹൈമവതി മൂവി മേക്കേഴ്സ് ആകാശം എന്ന പടം ഇറക്കണ്ടേ, ഒരു പാട്ടും കൂടെ ചെയ്യാനുണ്ട്. ബാബുരാജ മാസ്റ്റർ സംഗീതം ചെയ്ത ആകാശം എന്നുള്ള സിനിമയിൽ 5 പാട്ടുണ്ട്. 5 പാട്ട് 4 റെക്കോർഡിംഗ് കഴിഞ്ഞു. 5ാമത്തെ പാട്ട് എഴുതി കിട്ടി, എല്ലാം കിട്ടി, ലിറിക്സ് കിട്ടി. മ്യൂസിക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് അദ്ദേഹം മരിക്കുന്നത്. അപ്പോൾ അതൊരു വല്ലാത്ത പ്രതിസന്ധി. സാധാരണഗതി ഒരു ഇങ്ങനെ വെച്ച പാട്ട് അത്യാവശ്യം സിനിമയിൽ അത്യാവശ്യമുള്ള സീനായിരുന്നു. അപ്പം ഹരിഹര സാർ ആകെ ബുദ്ധിമുട്ടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിന് ആരെ സമീപിക്കണമെന്നുണ്ട്, ആ ക്വാളിറ്റിയിലുള്ള ഒരാൾ തന്നെ വേണം. ബാബുരാജ് സാറിൻ്റെ ആ രീതിയിൽ അത് ചെയ്യാനായിട്ട് അദ്ദേഹം ആരോ പറഞ്ഞിങ്ങനെ ദേവരാജ മാസ്റ്റർ നമുക്ക് ചോദിച്ചു നോക്കാം. ചോദിച്ചു നോക്കിയത് അദ്ദേഹം പറഞ്ഞു, ഞാനെന്താ ചെയ്തു തരാം, എൻ്റെ സഹപ്രവർത്തനല്ലേ, ഞാൻ തന്നെ അല്ലേ, ഞങ്ങളുടെ ഒരു കൂട്ടായ്മയല്ലേ എന്ന മനസ്ഥിതിയാണ് നമ്മളത്. അദ്ദേഹം ഉടനെ ചെന്ന് ആ പാട്ട് ചെയ്തു കൊടുത്തത്. ബാബുരാജ മാസ്റ്ററുടെ സിനിമയിലെ പാട്ട് ദേവരാജ മാസ്റ്റർ ചെയ്തു കൊടുത്തു. 5ാമത്തെ പാട്ട്, ആദ്യത്തെ അറിവാണ്. ആ പാട്ട് ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞത്, ഒരിക്കലും ടൈറ്റിൽ എൻ്റെ പേര് വെക്കരുത്. ആ പാട്ട് ഇപ്പോഴും ബാബുരാജൻ സാറിൻ്റെ പേരിൽ തന്നെയാണ് അങ്ങനെ പറഞ്ഞത്. ഏത് പാട്ടാണ് അത് മാസ്റ്റർ ഒരിക്കലും, ഞാനും ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ഹരിഹരൻ സാറിന് മാത്രമേ അറിയത്തുള്ളത്, ഹരിഹരൻ സാറും പുറത്ത് വിട്ടിട്ടുള്ളത്. അത് ഇവർ തമ്മിലുള്ള ഒരു കലാകാരൻ്റെ ഒരു സൃഷ്ടിയുടെ ഒരു പരിശുദ്ധതയാണ് അത് കാണിക്കുന്നത്. കാര്യം അതൊരിക്കലും മാസ്റ്റർ അത് ബാബുരാജൻ്റെ പേരിൽ തന്നെ ഇരിക്കട്ടെ, ഞാൻ ഒരിക്കലും എൻ്റെ സഹപ്രവർത്തനം ചെയ്തു കൊടുത്തതാണ്, അത് ഒരു കലാകാരൻ ചെയ്യേണ്ട ഒരു കടമയാണ് എന്ന് പറയുന്നത്. അത് ഇന്ന് വരെ മാസ്റ്റർ, ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഞാനെന്നൊരു ഒരുപാട് പേര് ഇതെങ്ങനെ അറിയാവുന്നുണ്ട്. പിന്നെ ചിലർക്കൊക്കെ സംഗീതം കൊണ്ട് അറിയാമെന്ന് തോന്നും, പക്ഷേ എനിക്കത് അറിഞ്ഞുകൂടാ. ഈ കേൾക്കുമ്പോൾ മാസ്റ്ററിൻ്റെ, പക്ഷേ മാസ്റ്റർ അല്ലാതെ രീതിയിൽ ചെയ്തേക്കുന്നത് ആണല്ലേ, സ്റ്റൈൽ ചെയ്തില്ല. കാരണം ബാബുരാജ മാസ്റ്ററിന്റെ ഐഡന്റിറ്റി വരണം എന്ന് വിചാരിച്ചുകൊണ്ട് അതാണ്. അപ്പം അതാണ് ആ ബുദ്ധിയും സ്നേഹവും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അന്നത്തെ കാലഘട്ടത്തിൽ പരസ്പരം ബഹുമാനം പുലർത്തി. ഈ ആകാശത്തിലെ പാട്ടുകൾ ഇപ്പൊ കിട്ടോ? ഒരു പാട്ട് എനിക്കറിയാം, അത് ആര് ചെയ്താന്ന്, അത് ബാബുരാജ തീയിൽ മുളച്ചൊരു അങ്ങനെയുള്ള പാട്ടുകളാണ്. അപ്പൊ ഈ പാട്ട് ഇന്നും ഹരിഹര സാറും പറഞ്ഞിട്ടില്ല, അത് പറയില്ല. ഭാസ്കർ മാസ്റ്ററാണ് എഴുതിയത്, മങ്കൊമ്പ്. അങ്ങനെ ഒരു സംഭവം, വളരെ ഒരു. അപ്പോൾ ഈ കാര്യം വെച്ചാൽ അതാണ് പ്രകാശ് നേരത്തെ പറഞ്ഞില്ലേ, എങ്ങനെ ഉണ്ടായിരുന്നു മാസ്റ്റർ സമീപനം. എല്ലാവരുമായിട്ടും ഓരോ പാട്ട് കേൾക്കുമ്പോൾ വിളിച്ച് പറയുകയൊക്കെ ചെയ്യാമായിരുന്നു. ശരി, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം ഇതാണ് ഈ പിന്നെ ബാബുരാജ് സാറിൻ്റെ എനിക്ക് നേരിട്ടുള്ള ഒരു അനുഭവമാണ്. ഞാനിവിടെ സംസാരിച്ചപ്പോഴൊക്കെ മാസ്റ്ററെ പറ്റി വളരെ മാസ്റ്ററും അങ്ങനെ തന്നെയായിരുന്നു, പരസ്പര ബഹുമാനത്തോടെ അവർ കണ്ടുവന്നിരുന്നു.